ഒരു അൺമോൾഡിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ കരുതിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അതിന് കുറച്ച് സോപ്പിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാമെന്ന് കരുതിയാണ്. അതെ, ഇത് ഗോഡ് മിൽക്ക് നമ്മൾ രക്തചന്ദന സോപ്പാണ്, രക്തചന്ദനമാണ് ഇട്ടിരിക്കുന്നത്. ഇത് 100 ഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ബേസാണ്, നമ്മുടെ ക്വാളിറ്റി ബേസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഗോഡ് മിൽക്കും ഗ്ലിസറിനും ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് നല്ല ക്വാളിറ്റി പ്രീമിയം ആയിട്ടുള്ള ബേസാണ് ഇത്. കണ്ടില്ലേ? അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ആണ്. അത് 4 എണ്ണമായിരുന്നു ഓർഡർ. അപ്പോൾ നമ്മൾ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറിൽ കിട്ടിയിട്ടില്ലേ നമുക്ക്. അപ്പം അടുത്തത് നമുക്ക് അൺമോൾഡ് ചെയ്യുന്നത് കണ്ടോ, ഗോഡ് മിൽക്ക് നമ്മൾ ചാർക്കോൾ സോപ്പാണ് ചെയ്തിരിക്കുന്നത്. നോക്ക് എന്ത് രസമുണ്ടെന്ന് നോക്ക്. അതുപോലെ നല്ല ഹാർഡുമാണ് നമ്മുടെ സോപ്പ്. കണ്ടോ, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ സോപ്പുകളെല്ലാം അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മളെല്ലാം മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പാക്കിങ് ഇപ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ക്ലീൻ റാപ്പിൽ പാക്ക് ചെയ്യാറില്ല. കാരണം നമുക്കിപ്പോൾ ക്ലീൻ റാപ്പിൽ പാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി ടൈം വേസ്റ്റാണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഒത്തിരി നേരം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവർ മേടിച്ച് നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇതിൽ നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ കാര്യങ്ങളും നടക്കും, നമുക്ക് സ്മെല്ലും നിൽക്കും. എന്നിട്ട് നമ്മളതിനൊരു സീലറൂടെ വെച്ചങ്ങ് സീൽ ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മളതിനെ കവർ കയറ്റിയിട്ടുണ്ട്. കണ്ടല്ലേ? നമുക്കിത് കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ സോപ്പിനെ പാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ടൈം നമുക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. കണ്ടില്ലേ? നന്നായിട്ട് നമുക്ക് സീലായി. ഇത് കുറച്ച് കുഴപ്പമില്ല. ഇത് ചൂട് ഒത്തിരി ആയതുകൊണ്ടാണ്. ഇതിങ്ങനെ തന്നെ ഇരുന്നാലും സ്മെല്ലൊന്നും വെളിയിലോട്ട് പോകത്തില്ല. കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ ലേബൽ ചെയ്താൽ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളിലും കൊടുക്കാം. അടുത്ത നമ്മുടെ 100 ഗ്രാമിൻ്റെ ആണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുവാണ്. അപ്പം ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മറ്റ് ക്ലീൻ റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാമെന്ന് കരുതി. ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അഫോർഡബിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒരു മെഷീനും മേടിച്ച് ഒരു കവറും സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കവറൊക്കെ കിലോയ്ക്ക് കിട്ടും. അപ്പോൾ അതുപോലെ മേടിച്ചാൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോപ്പെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം കൺസ്യൂം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കൺസ്യൂം ചെയ്യുന്നതല്ല, ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനൊരു നമുക്കൊരു നല്ല പ്രൊഫഷണൽ ലുക്കും കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം നമുക്കിനി നമ്മുടെ പേരുള്ള സ്റ്റിക്കറാണ് നമ്മളിതിൽ ഒട്ടിക്കാൻ പോകുന്നത്. നമ്മുടെ സോപ്പിൻ്റെ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് ഏതാണോ ആ സ്റ്റിക്കർ നമുക്കിതിനകത്ത് ഒട്ടിച്ച് നമുക്കിതിനെ സെയിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലുക്കും കിട്ടും. അപ്പോൾ ഇത് എൻ്റെ പാക്കിംഗ് ആണ്. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് കംഫർട്ടബിളായിട്ട് തോന്നി. എൻ്റെ കസ്റ്റമേഴ്സിനും ഇത് ഓക്കെയാണ്. അപ്പോൾ ഞാനത് അങ്ങനെ രീതി ചെയ്യുന്നു, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ സോപ്പിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കോൾസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സോപ്പിനകത്ത് എത്ര ml ഒഴിക്കണം, എത്ര ml ജ്യൂസ് ഒഴിക്കണം, എത്ര ml നമ്മൾ എത്ര ഗ്രാം പൗഡർ ഇടണം, അങ്ങനെ കുറേ ഡൗട്ട്സുമായിട്ട് കുറേ കൂട്ടുകാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അവരോട് പറയുന്നത്, ഞാനും ആദ്യം യൂട്യൂബ് കണ്ട് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയ ഒരു സംരംഭമാണിത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിതിനകത്ത് കണക്കുകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിഞ്ഞു. അപ്പോൾ യൂട്യൂബ് കണ്ട് ചെയ്യുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ആ മെഷർമെൻറ്റ് അവരെടുക്കുന്ന സോപ്പ് ബേസിലായിരിക്കും അവർ പറയുന്ന മെഷർമെൻറ്റ് അവർക്ക് ഓക്കെ ആകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള സോപ്പ് ബേസ് സെലക്ട് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ക്വാളിറ്റി ആയിട്ടുള്ള സോപ്പ് ബേസ് സെലക്ട് ചെയ്യുമ്പം നമുക്കതിനകത്ത് നമ്മുടെ സോപ്പ് അലിഞ്ഞു പോവോ പതഞ്ഞു പോവോ അങ്ങനെയുള്ള പേടികളൊന്നും വരത്തില്ല. എന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ഇപ്പോൾ ഒരു 6 മന്ത്സായിട്ട് സോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണ്, നിങ്ങൾക്ക് തരുന്നൊരു ചെറിയ അഡ്വൈസാണ്. മാക്സിമം ജ്യൂസസ് അവോയ്ഡ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ജ്യൂസസ് അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കളർ കിട്ടും കാര്യം. അതിന് പകരം നമുക്ക് ഫ്രഷ് ജ്യൂസസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പ് ലാസ്റ്റ് ചെയ്യുന്നത് വെറും 3 months, 2 to 3 months മാക്സിമമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് അതിന് പകരം നിങ്ങൾക്ക് ഒരു പൗഡർ യൂസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പപ്പായ സോപ്പ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പപ്പായ എക്സ്ട്രാക്റ്റ് കിട്ടും. സോ അത് നമുക്ക് മേടിച്ചാൽ അതിൻ്റെ ഒരു 2 ഗ്രാം ഒഴിച്ചാൽ മതി. ഒരു 2 ഗ്രാം നമുക്ക് 100 ഗ്രാമിന് പറയുന്ന 100 ഗ്രാം സോപ്പിന് നമുക്ക് 2 ഗ്രാം ഒഴിച്ചാൽ മതി. അതിനെ മിക്സ് ചെയ്തെടുത്താൽ മതി.
അതും അപ്പോൾ നമുക്ക് പപ്പായയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും. ഇനിയും അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, പപ്പായയുടെ പൗഡർ കിട്ടും. അത് മേടിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഗ്ലിസറിനൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ അതും നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫ്രഷ് ജ്യൂസ് എല്ലാവരും പറയുന്നെങ്കിലും അതിനൊരിക്കലും കസ്റ്റമറിന് ഒരു ഷെൽഫ് ലൈഫ് കിട്ടത്തില്ല. അപ്പം നമുക്ക് സെൽഫ് ലൈഫാണ്, നമ്മുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും നന്നായിരിക്കണം, കസ്റ്റമറിന് അത് യൂസ്ഫുൾ ആയിരിക്കണം, അവർക്കതിന് ഗുണം ഉണ്ടായിരിക്കണം അല്ലേ. അതിൻ്റെ പേരിലൊരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. അപ്പം നമ്മൾ ക്വാളിറ്റി ബേസ് യൂസ് ചെയ്യുന്നത് മാക്സിമം പൗഡേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കളർ ഒരിക്കലും നമുക്ക് അതിന് കളറിന് വേണ്ടിയാണ് എല്ലാവരും ഫ്രഷ് ജ്യൂസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ ശംഖുപുഷ്പം, പപ്പായ, ഇതെല്ലാം കളറിന് വേണ്ടി എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ കളറിനെക്കാട്ടിൽ അതിന് ഗുണം കിട്ടുന്നത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അത് മേടിച്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോപ്പിന് നമുക്ക് ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടും, ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാക്കിങ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മണം നിൽക്കും. ഇതുപോലെ നമ്മൾ സീൽ ചെയ്തെടുത്താൽ ഒരിക്കലും നമുക്ക് ആ ഒരു എന്താ പറയുക സ്മെല്ല് പോകുമെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈവൻ ഒരു ഷോപ്പ് വരെ നമുക്ക് ഇതിനെ കൊടുക്കാം, നല്ല സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഈ സോപ്പ്, മെൽറ്റ് ആൻഡ് പോർ സോപ്പ്, കോൾഡ് പ്രോസസ് സോപ്പ്, പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ആയിട്ടുള്ള ഷാമ്പൂ, ദെൻ ഫേസ് വാഷ്, ഇതെല്ലാം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണം താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ചെയ്യുവാണെങ്കിൽ കസ്റ്റമറിന് നമുക്ക് ധൈര്യത്തോടെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ അതിൻ്റെ ലാഭം കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മളൊരു കാര്യം അറിയാതെ അവിടെ ഇവിടെയും കണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് എപ്പോഴും അത് ടെൻഷനും ആയിരിക്കും. പിന്നെ നമ്മുടെ കസ്റ്റമറിന് നമുക്ക് കിട്ടാനും പാടാണ്. അപ്പോൾ കസ്റ്റമറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ കൊടുക്കണം. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല കാര്യങ്ങൾ ആദ്യം നല്ലതായിട്ട് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം നിങ്ങളിതൊക്കെ നന്നായിട്ട് ചെയ്യുക. യൂട്യൂബ് കണ്ട് ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അവർക്കത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ബട്ട് നമ്മൾ വെളിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ, കസ്റ്റമേഴ്സിനെ പിടിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും പക്ക ക്ലിയർ ആയിരിക്കണം. ഇത് നമ്മൾ ഒരിക്കലും ഓർഗാനിക് സോപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനെ നാച്ചുറൽ സോപ്പെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞ സോപ്പ് ബേസിന് നമുക്ക് ഒരിക്കലും ഓർഗാനിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അത് അത്യാവശ്യം കെമിക്കൽസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബേസാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ്സിന് നമുക്ക് പ്രോഫിറ്റിലോട്ട് എത്താനും പറ്റും. നമുക്ക് കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാനും, വീട്ടിലിരുന്നൊരു വീട്ടമ്മമാർക്ക് പോലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് നടത്തുന്നവരോട് എൻ്റെ ഒരു അഡ്വൈസ്. ഞാനത് കൂടുതലായിട്ട് ചെയ്തെടുത്ത്, ഞാനും ആദ്യം നിന്ന് സ്റ്റാർട്ടർ ആയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ച് ശേഷം മാത്രമാണ് ഒരുപാട് ഗൂഗിൾ ചെയ്തു, ഒരുപാട് ആൾക്കാരോട് ഡൗട്ട്സ് ചോദിച്ചു. പിന്നെ ഞാനൊരു രീതിയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇൻഫോർമേറ്റീവായിട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനിതിപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പഠിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുമാണ് ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനതിൽ മോയ്സ്ചറൈസിങ് ക്രീംസ് ചെയ്യുന്നുണ്ട്, ലിപ് ബാം ചെയ്യുന്നുണ്ട്, കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ട്, മെൽറ്റ് ആൻഡ് പ്യുവറിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്കൊരു സാധനം ഒരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.